കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി നിർദ്ദേശം നൽകിയത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി. ഇത് വനം വന്യജീവി നിയമത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനവാസ മേഖലകളിലും കൃഷിഭൂമികളിലും ഭീതി വിതച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഏറ്റവും ഒടുവിൽ നിർദ്ദേശം നൽകിയത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അതനുസരിച്ച് ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നിരുന്നു. എന്നാൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി നിർദ്ദേശം നൽകിയത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും വനം വന്യജീവി നിയമത്തിനെതിരാണെന്നും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി അഭിപ്രായപ്പെട്ടു. 2022 കേരള സർക്കാർ ഈ ഒരു ക്ഷുദ്രജീവി പന്നികളെ കാട്ടുപന്നികളെ ഒരു ക്ഷുദ്രജീവിയെ കണ്ടുകൊണ്ട് അവരെ വെടിവെക്കാനുള്ള ക്ഷുദ്രജീവികളെ വെടിവെക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് നൽകിയുണ്ട്. അവർക്കൊരു ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവിയും കൂടെ നൽകി. അന്ന് ഞാൻ പ്രതികരിച്ചതാണ്. കാരണം ഇവർക്ക് അതിനുള്ള അധികാരമുള്ള ഒരു വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ വനം വന്യജീവി സംരക്ഷിക്കുകയാണ്, അല്ലാതെ നശിപ്പിക്കുകയല്ല. അപ്പോൾ ഈ ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മേധാവികൾക്ക് തന്നെ കൊടുത്തത് വളരെ തെറ്റായ നടപടിയാണ്. ഇപ്പോൾ ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ഹൈക്കോടതിയും പറഞ്ഞു ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ മേലധികാരികൾക്ക് ഇതിനുള്ള അധികാരമില്ല, വന്യജീവികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരു അധികാരമില്ല. വന്യജീവികൾക്ക് കാട്ടിൽ ജീവിക്കാനും സ്വൈരവിഹാരം നടത്താനും ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. മേഖലകളിൽ ഇറങ്ങുന്ന അപകടകാരിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് അധികാരമില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഗതാർഹമാണ്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികളെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി കൂടി കൊടുത്തുകൊണ്ടാണ് അപകടകാരിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി സർക്കാർ നൽകിയതെന്ന് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ചൂണ്ടിക്കാട്ടി. അപ്പോൾ അത് ശരിയാണ്, വളരെ സ്വാഗതാർഹമാണ്. ഇതിനെ വെടിവെച്ച് കൊല്ലണമെങ്കിലുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റുകയുള്ളൂ. അത് മറച്ചു വെച്ചിട്ടാണ് ഈ സർക്കാർ ഇങ്ങനെ ഈ രാഷ്ട്രീയം പ്രേരിതമായിട്ട് വന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മേധാവികൾക്ക് ഈ അധികാരം കൊടുത്തത്. അത് തെറ്റല്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വനത്തെപ്പറ്റി വന്യജീവിത്തെ പറ്റി ഒരു ബേസും ഇല്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് ഈ വന്യജീവിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തതെന്ന് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വന്യജീവി എന്ന് പറയുക ഒരു ക്ഷുദ്രജീവിയാവുന്നത് കാട്ടിൽ ഉള്ളപ്പോൾ കാട്ടുപന്നി ഒരിക്കലും ക്ഷുദ്രജീവിയല്ല. ഇത് നാട്ടിലിറങ്ങുമ്പോൾ ക്ഷുദ്രജീവി എല്ലാ വന്യജീവികളും എല്ലാ ജീവജാലങ്ങളും വനത്തിന് ആവശ്യമാണ്, നിലനിൽപ്പിന് ആവശ്യമാണ്. ആ എക്കോസിസ്റ്റം ബാലൻസ്ഡ് ആവാൻ ഇതെല്ലാം വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാട്ടുപന്നികളും മറ്റ് വന്യമൃഗങ്ങളെല്ലാം നാട്ടിലെത്തുന്നത് എന്ന് ആദ്യം പഠിക്കണം. അതിൻ്റെ ബേസിക് റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരമാണ് കാണേണ്ടത്. അല്ലാതെ ഇതിനെയൊക്കെ വെടിവെച്ച് നശിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ ഒരു ബാർബേറിയൻ കൾച്ചർ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വന്യജീവികളെ കൊല്ലാനുള്ള പദവികളല്ല വൈൽഡ് ലൈഫ് വാർഡൻ എന്നത്, മറിച്ച് വനം വന്യജീവികളെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ കടമയാണ് ഇവർക്കുള്ളതെന്ന് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു എന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ പഠിച്ച് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനാണ് ശ്രമിക്കേണ്ടതെന്നും കേരള പരിസ്ഥിതി ഗവേഷക അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.